മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ണൂർ പിണറായിയിലുള്ള സ്കൂളിലെ ബൂത്തിലേക്കാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി വരുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താനായി കടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നു. കണ്ണൂർ പിണറായിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായി വോട്ട് രേഖപ്പെടുത്തുന്ന അമല സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്ന ബൂത്ത് അവിടെയാണ്. മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്താനായി കുടുംബസമേതം വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിറഞ്ഞ പുഞ്ചിരിയോടെ മുഖ്യമന്ത്രി കടന്നു വരുന്നതാണ് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വോട്ട് രേഖപ്പെടുത്താനായി മുഖ്യമന്ത്രി എത്തുന്ന ദൃശ്യങ്ങൾ കണ്ണൂർ പിണറായിയിൽ നിന്ന് നമ്മൾ തത്സമയം കാണുകയാണ്. വോട്ട് രേഖപ്പെടുത്താനായി മുഖ്യമന്ത്രി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ണൂർ പിണറായിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഭാര്യയോടും മകളോടും ഒപ്പമാണ് വോട്ട് രേഖപ്പെടുത്താനായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം ഒരുപക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ആത്മവിശ്വാസം എന്താണെന്നറിയാൻ നമ്മൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഏതായാലും ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം നമ്മൾ ഇപ്പോൾ കാണുകയാണ്. കണ്ണൂർ പിണറായി അമല സ്കൂളിലേക്കാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി വരുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് തത്സമയം കാണുന്നത്. സമയം 7:58 രാവിലെ തന്നെ ആദ്യ മിനിറ്റുകളിൽ തന്നെ മുഖ്യമന്ത്രി എല്ലാ തവണയും വോട്ട് രേഖപ്പെടുത്താനായി വോട്ട് ചെയ്യാനായി എത്താറുണ്ട്. ഇത്തവണയും ആ പതിവ് തെറ്റിയിട്ടില്ല. മുഖ്യമന്ത്രി രാവിലെ തന്നെ വോട്ട് ചെയ്യാനായി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഭാര്യയും മകളുമുണ്ട് വോട്ട് രേഖപ്പെടുത്താനായി. അവർ വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ തത്സമയം കണ്ണൂർ പിണറായിയിൽ നിന്ന് കാണുകയാണ്. ഏതായാലും വലിയ ആത്മവിശ്വാസം മുഖ്യമന്ത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. LDFിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറായി തെരഞ്ഞെടുപ്പ് വേദികളിൽ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ പ്രചരണം നയിച്ചതിൻ്റെ കരുത്തിലാണ് അദ്ദേഹം വരുന്നത്. കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങൾ, കൃത്യമായ മറുപടികൾ, കൃത്യമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്ത് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തവണത്തെ എല്ലാ പ്രചരണ യോഗങ്ങളിലും എത്തിയത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനറായി നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. നമുക്ക് എല്ലാ ഇടങ്ങളിലും അദ്ദേഹം എത്തിയെടുത്ത് അദ്ദേഹത്തെ കേൾക്കാനായി എത്തിയ ജനക്കൂട്ടത്തെ, ജനസഞ്ചയത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ആ രീതിയിൽ LDFിൻ്റെ ആത്മവിശ്വാസം വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്നതിന് നമ്മൾ ആ ഘട്ടങ്ങളിലൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ശക്തമായ പ്രചരണത്തിനൊക്കെ ശേഷം വോട്ട് രേഖപ്പെടുത്താനായി കണ്ണൂർ പിണറായിയിലെ അമല സ്കൂളിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് തന്നെയായിരിക്കും ഈ സമയത്ത് ഏറ്റവും അധികം ആകാംക്ഷയോടെ നമ്മൾ കാത്തു നിൽക്കുന്നത്. ഏതായാലും അതിന് നമുക്ക് കാത്തു നിൽക്കാം. എന്താണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുമോ എന്നറിയാനായിട്ട്. പതിവ് പോലെ തന്നെ അദ്ദേഹം രാവിലത്തെ ആദ്യ മിനിറ്റുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നു, വോട്ട് ചെയ്യാനായി എത്തുന്നത് നമ്മളിപ്പോൾ കാണുന്നു. അദ്ദേഹത്തോടൊപ്പം ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്താനായി വരുന്നു. കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി കണ്ണൂർ പിണറായി അമല സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ കാണുന്നത്. അദ്ദേഹം സ്ലിപ്പൊക്കെ ഏറ്റുവാങ്ങി ഇനി വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ പ്രചരണത്തിനൊടുവിൽ ആ പ്രചരണത്തിൻ്റെ നായകനായി നിന്നാണ് അദ്ദേഹം. കുട്ടൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കുട്ടൻ, മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനു, പിണറായിലെ RC അമല ബേസിക് UP സ്കൂളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുന്നത്. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ 8 മണിയോടുകൂടി അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നു. പിണറായിലെ വീട്ടിൽ നിന്നും അദ്ദേഹം ഭാര്യയോടും മകളോടുമൊപ്പം അതോടൊപ്പം തന്നെ പ്രാദേശിക CPI നേതാക്കൾക്കൊപ്പം ഇങ്ങോട്ട് നടന്നിട്ടാണ്, കാൽനടയായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഈ 2 മാസത്തെ പ്രചാരണങ്ങൾക്ക്, LDFിന്റെ പ്രചാരണങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അതിന് ഈ അവസാന ദിവസങ്ങളിൽ അദ്ദേഹം കണ്ണൂർ തന്നെ കേന്ദ്രീകരിച്ചത്. കണ്ണൂർ അതോടൊപ്പം തന്നെ കാസർഗോഡ് മണ്ഡലങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. മനു, ശരി. ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടൻ, മുഖ്യമന്ത്രി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾ, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനറായി നിറഞ്ഞു നിന്ന യോഗങ്ങൾ, ആ യോഗത്തിലെത്തിയ വലിയ ജനസഞ്ചയം, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി എത്തുന്നതിൻ്റെ ആ ദൃശ്യങ്ങൾ നമ്മൾ നൽകിയത്. ആദ്യം മനു,
കഴിഞ്ഞ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ജനങ്ങളോട് വളരെ കൃത്യമായി അദ്ദേഹം സംവദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 20 മണ്ഡലങ്ങളിലും അദ്ദേഹം എത്തി. ഓരോ മണ്ഡലങ്ങളിലും 4-5 പൊതുയോഗങ്ങൾ തുടർച്ചയായി ഒരു ദിവസം 4-5 പൊതുയോഗങ്ങളിൽ പങ്കെടുത്തതോടൊപ്പം തന്നെ ഇടവിട്ട ദിവസങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളോട് സംവദിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ BJP സർക്കാരിനെതിരെയുള്ള എതിരെയുള്ള നിലപാടുകൾ, ഈ ജനദ്രോഹപരമായ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ CA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അങ്ങനെ സമഗ്രമായ പ്രചാരണ സംവിധാനങ്ങളായിരുന്നു LDF ഒരുക്കിയിരുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ LDFന്റെ സ്റ്റാർ ക്യാമ്പയിനർ കൂടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം കുടുംബസമേതമാണ് ഇപ്പോൾ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ നാടാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരാണ്. അവരോടൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അങ്ങനെ കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. എന്നത്തെയും പോലെ പതിവ് തെറ്റിക്കാതെ വോട്ടെടുപ്പിൻ്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ അദ്ദേഹം വോട്ട് ചെയ്യാനായി കണ്ണൂർ പിണറായിയിലെ RC അമല സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഏതായാലും